ഹലോ, എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നേഴ്സറിയിൽ നിന്ന് ചെടികളൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനും അതുപോലെ ഒരു റോസ് ഫ്ലവർ വാങ്ങിച്ചു. റോസ് ഫ്ലവർ അല്ല, വേറെ കുറേ ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മെയിനായിട്ടും റോസ് ഫ്ലവർ വാങ്ങിച്ചപ്പോഴത്തേനും ഞാൻ 2 എണ്ണം വാങ്ങിച്ചു, 2 കളറിൽ. അപ്പോൾ ഒരു കളറിലുള്ള ഇത് പെട്ടെന്ന് അത് ചീത്തയായിപ്പോയി. അപ്പോൾ അത് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ മറ്റേത് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ പോട്ട് ചെയ്തപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ റോസ് ഫ്ലവറിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ റോസാപ്പൂവിൽ ഭയങ്കരമായിട്ട് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമായിട്ടുള്ള ഒരു ഫ്ലവറാണ് നമ്മുടെ റോസ് ഫ്ലവർ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അതിന്. അതുപോലെ തന്നെ നമ്മുടെ റോസാപ്പൂ ടീ കുടിക്കുന്നത് നമുക്ക് തടി കുറയാനായിട്ട് ഉപകാരപ്പെടുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ രാത്രിയിൽ കിടക്കാൻ നേരത്ത്, അതായത് ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ റോസാപ്പൂവിൽ ഒരു റോസാ പൂവെടുത്തിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അത് നമ്മുടെ ഒരു പട്ടയും കൂടിയിട്ട് തിളപ്പിക്കുക. ഒരുപാട് നേരം തിളപ്പിക്കണ്ട, 1-2 മിനിറ്റ് തിളപ്പിച്ചാൽ മാത്രം മതി. എന്നിട്ട് ആ വെള്ളം എടുത്ത് മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് ചെറിയൊരു ചൂടോടുകൂടി, വലിയ ചൂടുകൊണ്ട് ചെറിയ ചൂടോടുകൂടി നമ്മളത് ഡെയിലി കുടിക്കുക. 2-3 മാസം കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാകും. നമ്മുടെ തടി കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിന് വേണ്ടി ഭയങ്കര നല്ലതാണ് നമ്മുടെ ഈ റോസ് ടീ. അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ കിടക്കാൻ നേരത്ത് നമ്മൾ റോസ് ഫ്ലവർ പാൽ തിളപ്പിച്ചിട്ട് അതിനകത്തിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ബ്യൂട്ടി ടിപ്സ്, ബ്യൂട്ടിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റോസ് പെറ്റൽ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈൻ ലൈൻസിനെ തടയുന്നു, സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്കാർസ് ഇല്ലാതാക്കുന്നു, സ്കിൻ ടൈറ്റൻ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ബ്യൂട്ടിപരമായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റോസാപ്പൂ വീട്ടിൽ നട്ട് വളർത്തിയാൽ ഇതുപോലുള്ള ഗുണങ്ങളുമുണ്ട്. പിന്നെ കാണാനും ഗാർഡൻ അലങ്കരിക്കാനും ഭയങ്കര നല്ലതാണ് നമ്മുടെ റോസ് ഫ്ലവർ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ കടയിൽ നിന്ന്, നമ്മുടെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന നമ്മുടെ റോസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ ഇതുപോലൊരു നല്ല റെഡ് കളറുള്ള റോസായിരുന്നു ഇത്. അതിൽ ഒരു 2 മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഇത്രയും പൊക്കമുള്ളായിരുന്നു. 2 മുട്ട ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് വാങ്ങിച്ചിട്ട് നേരെ അവർ എന്നോട് പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, നേരെ ഇത് ചട്ടിയിലോട്ട് ഇറക്കി വെച്ച് വേണമെങ്കിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട്, നമ്മുടെ ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള മണ്ണ് ഇട്ട് കൊടുത്ത് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു. വേറൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതെന്ത് ചെയ്തു, അതുപോലെ തന്നെ അവർ പറഞ്ഞ പോലെ തന്നെ ഇതുകൊണ്ട് നട്ട് വെച്ചിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നട്ടിങ്ങനെ വെച്ചു. വെള്ളം ഒഴിച്ച് കൊടുത്തു. ഒരാഴ്ച 2 ആഴ്ചയൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ആ മുട്ടിനുള്ള ആ പൂങ്ങ് വിരിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് താഴത്തെ ഇലയൊക്കെ ഇങ്ങനെ പഴുക്കാൻ തുടങ്ങി. അപ്പം ഞാനോർത്തിത് എന്താണ്, ഇനി പഴുത്തിട്ട് വെറുതെ ഇങ്ങനെ പോവായിരിക്കും എന്ന് വിചാരിച്ചു. വീണ്ടും പിന്നെയും മറ്റേ ഇലകൾ പഴുക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ പൂ വിരിഞ്ഞ് ആ ഭാഗം അത് കരിയാറായി കഴിഞ്ഞപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞാലെങ്കിലും അത് വരുമെന്ന് വിചാരിച്ചു. വീണ്ടും തളുത്ത് വരുമെന്ന് വിചാരിച്ചു. പക്ഷേ വന്ന് പിന്നെ ഞാൻ കുറച്ച് ഇതുപോലെ മുട്ടത്തോടൊക്കെ പൊടിച്ചിട്ട്, ഏറ്റവും നല്ലതാണല്ലോ നമ്മുടെ മുട്ടത്തോടെ ഈ റോസയ്ക്കൊക്കെ നല്ല, ഞാൻ പണ്ടിട്ട് കൊടുത്തിട്ടുള്ളതാണ്, എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് അതൊക്കെ ചെയ്തു. പക്ഷേ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലപോലെ ഒരു പോട്ടി മിക്സ് ഒന്നുകൂടെ തയ്യാറാക്കിയിട്ട് വേണം ഈ റോസ് നമുക്ക് ഈ ചട്ടിയിലോട്ട് നടാനായിട്ട്. അതാണ് മെയിൻ കാരണം, ഇത് പോയതിൻ്റെ കാരണം. എന്തായാലും ഇതിങ്ങനെ കുറേ വന്ന് കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ നല്ല ബലമുണ്ട്. പക്ഷെ ഞാനിങ്ങനെ നിർത്തിയേക്കുവാണിത് പൊട്ടിക്കിളിക്കുമോ എന്നറിയോ ഇല്ലയെന്നായിട്ട്. അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ നോക്കിയിട്ട് ഇതൊന്ന് ഞാൻ മാറ്റണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു ജോഡിയായിട്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. അപ്പോൾ അതാണ്ട് ഞാൻ അതുപോലെ തന്നെ വാങ്ങിച്ച ഒരു റോസാണിതും. അതേ വലിപ്പം, വലിയ ഒരു ഇത്രയും, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ താഴത്തേൻ്റെ കുറച്ചുകൂടെ താഴെ വരെയുള്ള ഹൈറ്റേ ഉള്ളൂ. നമുക്കറിയാലോ, ചെറിയൊരു കവറിനകത്ത് കിട്ടുന്ന റോസ് നമുക്ക് 30 രൂപ 40 രൂപ എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്ന റോസാണ്. ചെറിയൊരു കുഞ്ഞ് കവറിനകത്താണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇത് ഒരുപോലെ ടൈമിൽ വാങ്ങിച്ചാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ആവാൻ തുടങ്ങിയപ്പോഴത്തേനും ഈ
ഈ റോസ് ഇങ്ങനെ ഇതേപോലെ കരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉടനെ തന്നെ ഇത് എൻ്റേതായ രീതിയിൽ ഞാനിതിന് പോട്ടി മിക്സ് തയ്യാറാക്കി വേറൊരു ചെടിയിലോട്ട് നട്ടു. എന്തായാലും കൊള്ളാം, അത് നല്ല ഫ്ലവർ ഉണ്ടായി. ഇനിയിപ്പം നല്ല താഴെ നിന്നൊക്കെ കിളിപ്പ് കയറി വരുന്നുണ്ട്, നല്ലതായിട്ട് ഇത് കിളിപ്പെല്ലാം കയറി വരുന്നുണ്ട്, ഇടയ്ക്ക് നിന്നൊക്കെ കിളിപ്പൊക്കെ കയറി വരുന്നുണ്ട്, നല്ല ഭംഗിയാക്കി. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചെയ്തതെന്ന് ചോദിച്ചാൽ ചാണകപ്പൊടിയും അതുപോലെ തന്നെ മുട്ടത്തോട് നല്ലപോലെ പൊടിച്ച് ചേർത്ത് മണ്ണും. അപ്പോൾ ഈ ഒരു പോട്ടിന് ഞാനിത് ഇത്രയും വലിയൊരു പോട്ടാണ്. ആ പോട്ടിന് ഞാൻ മണ്ണിൻ്റെ കൂടെ ഒരു ചിരട്ട നിറച്ച് ചാണകപ്പൊടിയുടെ മിക്സ് ചെയ്ത് ഇതുപോലെ നിറച്ച് വെച്ച് കൊടുത്ത് വളർത്തിയെടുത്താണ് ഈ റോസ്. രണ്ട് നന്നായിട്ട് പൂവും വരുന്നുണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം എപ്പോഴും ഓർത്തോണ്ട്, നമ്മൾ ഈ നഴ്സറിയിൽ നിന്ന് വരുന്ന മറ്റേ റോസ് ഇതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക് കവറിനകത്ത് മേടിച്ചുകൊണ്ടിരുന്ന റോസ് നമ്മൾ അതേപടി മണ്ണ് ഇട്ട് വെറുതെ വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ പോകത്തേ ഉള്ളൂ. കാരണം അതിലൊരു ഉപകാരം ഉണ്ടാകത്തില്ല, വെറുതെ പോകത്തേ ഉള്ളൂ. നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ എപ്പോഴും വളരെ സൂക്ഷിക്കണം. നമ്മൾ അതിൻ്റേതായിട്ടുള്ള പോട്ടി മിക്സൊക്കെ ചെയ്ത് വെക്കാവുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മഴക്കാലം വരുമ്പോഴത്തേനും അധികം വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ കുഴഞ്ഞ പരുവത്തിലെടുക്കരുത്. ഈ ഒരു നനവ് മാത്രമേ ആവാവുള്ളൂ. ഒരുപാട് നനഞ്ഞില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കുകയും വേണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് നല്ല ഗ്രോത്തായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനൊരു നല്ല ഗാർഡനൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പുതിയതായിട്ട് താമസം തുടങ്ങിയാണ്, പുതിയ വീട് വെച്ചതാണ്. അപ്പം കുറേ ചെടികളെല്ലാം ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് വേറെ കവറിനകത്താക്കി നമുക്ക് വളർത്താൻ പറ്റും. അത് നല്ല വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.